ഹായ് ഓൾ, എൻ്റെ പേര് ആൻറ്റാനിയ. ഞാൻ വളരെയധികം സന്തോഷത്തോടും വളരെയധികം ആത്മാഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. WD റിവിഷൻ സെക്കൻഡ് ഗ്രേഡ് എക്സാമിൽ 4ാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായി PSനെ കുറിച്ച് ആലോചിക്കുന്നത് 2019-ലാണ്. ഞാനന്ന് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു. ഷിൻഡു സാർ എൻ്റെ ഒരു റിലേറ്റീവാണ്. അപ്പം എൻ്റെ അനിയത്തിയുടെ ഒരു റിലേഷനാണ്. ഞങ്ങൾ നേരിട്ട് പരിചയമൊന്നുമില്ല. അപ്പം അനിയത്തി പറഞ്ഞിട്ടാണ് ഞാൻ ഷിൻഡു സാറിനെ വിളിക്കുന്നത്. അപ്പം സാർ ഒന്ന് പറഞ്ഞു, സാറ് എനിക്കന്ന് കുറച്ച് നോട്ട്സ് ഫ്രീ ആയിട്ട് സാർ ഒരു ചാലക്കുടിയിൽ ഒരു സ്ഥലത്തേക്ക് വാ, നിനക്ക് ഞാൻ ആദ്യം കുറച്ച് നോട്ട്സ് തരാം, അത് നിനക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ആ നോട്ട്സ് ഞാൻ മേടിച്ച് വീട്ടിൽ അതേപടി വെക്കുക ചെയ്തിട്ടുള്ളൂ. അത് മറിച്ച് നോക്കാനോ ഇടയ്ക്ക് അത് കാണും, ഞാൻ ഇടയ്ക്ക് സാറിന് ആലോചിക്കും, സാർ എത്ര കഷ്ടപ്പെട്ടാണ് അത്രയും പരിചയമില്ലാണ്ട് പോലും ഇത്രയും ദൂരത്തേക്ക് വന്ന് എനിക്കത് തന്നത് എന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. പക്ഷെ ഞാൻ അതിന് വേണ്ടി ഒരു എഫേർട്ടോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അന്ന്. പിന്നീട് 2023 ഞാൻ വീണ്ടും 3ാമത്തെ ഉണ്ണീനെ പ്രഗ്നൻ്റ് ആയി. അപ്പം ഞാൻ എൻ്റെ ജോലി, ഞാൻ ഒരു കോളേജിൽ പഠിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ ജോലി റിസൈൻ ചെയ്യാനായിട്ട് ഉള്ള ആ ഒരു സാഹചര്യമായി. അപ്പം ഞാൻ ഇനി എന്ത് ചെയ്യും, കുറച്ച് നാളത്തേക്ക് ഇനി എന്തായാലും കരിയറിൽ ബ്രേക്ക് ആയിരിക്കും. അപ്പം ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുമ്പോഴാണ് അവിടെ എൻ്റെ ഒരു കോവർക്കർ ഇങ്ങനെ പറഞ്ഞത്, ഞാൻ എന്തായാലും PSക്ക് ഒന്ന് ട്രൈ ചെയ്യും, എന്തായാലും ഇനി ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ, PSക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല സാറാണ് എന്ന് പറഞ്ഞത്. ഞാൻ ആലോചിച്ചപ്പോൾ അന്ന് എനിക്ക് തന്ന സാറിൻ്റെ നമ്പർ തന്നെയാണ് വീണ്ടും എനിക്ക് ഈ കുട്ടിയായിട്ട് തന്നത്. അപ്പം ഞാൻ വെച്ചു, ഓ, ഷിൻഡു സാറിന് ഇത്രയും ആളാണെങ്കിൽ വളരെയധികം പൊക്കി പറഞ്ഞു, വളരെ ആത്മാർത്ഥമുള്ള സാറാണ്. അപ്പം എനിക്ക് അന്നത്തെ ആ ഒരു ദിവസത്തിൽ തന്നെ എനിക്കത് നന്നായി മനസ്സിലായത്. കാരണം എന്നെ അത്ര പരിചയം ഇല്ലാഞ്ഞിട്ട് പോലും ആളത്രയും എഫേർട്ട് എടുത്ത് രാത്രി 9 മണിക്ക് എന്താണ് ആ ഒരു നോട്ട്സ് എനിക്ക് അന്ന് സാർ അത് എത്തിച്ചു തന്നത്. അങ്ങനെ ഞാൻ വീണ്ടും ഹോളിമാറിയിൽ ജോയിൻ ചെയ്യാൻ ഇടയായി. അങ്ങനെ ഞാൻ വീണ്ടും അവിടുത്തെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ സാറ് എന്നെ ഇടയ്ക്ക് വിളിക്കും, പറയും, നീ ഓഫ്ലൈനിൽ വാ, നേരിട്ട് പഠിച്ചാൽ അതിൻ്റെ കാര്യമുള്ളൂ എന്ന് നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കും. പക്ഷേ എനിക്കാണെങ്കിൽ ചെറിയ ഉണ്ണിയായിരുന്നു, 3 കുട്ടികളാണ്. അപ്പോൾ ചെറിയ ഉണ്ണിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ണീനിട്ട് വരാനായിട്ട് ഭയങ്കര ഒരു സങ്കടം. അപ്പോൾ ഒരു ദിവസം സാറ് എൻ്റെ വീട്ടിലേക്ക് വരികയും എന്നോട് നിർബന്ധമായിട്ട് പറഞ്ഞു, നീ എന്തായാലും വരണം, നേരിട്ട് തന്നെ പോയി പഠിച്ചാലേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ, മറ്റുള്ള കുട്ടികൾ പഠിക്കുന്നത് കാണണം, എന്നാൽ അതിൻ്റെ അത് ഭയങ്കര ഇൻസ്പിറേഷനാണ്, നീ എന്തായാലും അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെയും 2 ആഴ്ചത്തോളം ഞാൻ പോയില്ല. അപ്പോൾ ഹസ്ബൻഡൊക്കെ ഇങ്ങനെ പറയും, നീ ക്ലാസ്സിൽ പോയി തുടങ്ങി, സാർ ഇത്രയും പറഞ്ഞതല്ല. അപ്പം ഞാനും ഇടയ്ക്ക് ആലോചിക്കും, സാർ ഇത്രയും എനിക്ക് വേണ്ടി ഇവിടെ നിന്ന് വന്നതല്ലേ, ഇത്രയും ദൂരം എനിക്ക് വേണ്ടി വന്നതല്ലേ, എന്നിട്ട് ഞാൻ ഇനിയും എഫേർട്ട് ഇടാതെ പോവാതിരുന്നാൽ എന്തെങ്കിലും ഒരു യൂസ് ഉണ്ടാവും, അല്ലാതെ സാർ ഇത്രയും പറയില്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ അങ്ങനെ 2024 മാർച്ചിൽ ഞാൻ അവിടെ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണ്. സാർ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ഇൻസ്പിറേഷൻ നമുക്ക് തോന്നും, മറ്റുള്ള കുട്ടികൾ പഠിക്കണ കാണുമ്പോൾ. ആ ഒരു എൻവയൺമെൻറ്റിൽ നമ്മളിരുന്ന് പഠിക്കുമ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുന്നതിനേക്കാളും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു അവിടെ ചെന്നപ്പോഴുള്ള ഒരു അവസ്ഥ. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ 5 മണി വരെ ഇരുന്നു. പിന്നെ പോകെ എനിക്ക് തോന്നി, മറ്റുള്ളവർ ഇടുന്ന എഫേർട്ടിനേക്കാളും എന്തെങ്കിലും കുറച്ചും കൂടി എഫേർട്ട് ഞാൻ ഇട്ടാലാണല്ലോ കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ 6 മണി, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 6 മണി വരെ ഇരുന്നു തുടങ്ങി. പിന്നെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു അവിടെ പിള്ളേർ 8 മണി വരെയൊക്കെ ഇരിക്കുന്നുണ്ട്, 8:30 വരെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ചു, വന്നാൽ 8 മണി വരെ ഇരുന്ന് നോക്കാം. അങ്ങനെ ഞാൻ 8 മണി വരെ ഇരിക്കാൻ തുടങ്ങി. കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് എന്താ പറയുക, കുറച്ചും കൂടി എഫേർട്ട് ഇടണം എന്നെനിക്ക് സ്വയം തോന്നി തുടങ്ങി. അപ്പോൾ ഞാൻ അത് 9 മണി വരെ ആക്കി. ഞാൻ വീട്ടിലെത്തുമ്പോൾ ഏകദേശം 9:30 ആവുമായിരുന്നു. വീട്ടിലായി, ഇപ്പം എൻ്റെ വീട്ടിലായാലും എവിടെ ആയാലും ആദ്യം അവർക്കൊക്കെ ടെൻഷനായിരുന്നു ഭയങ്കര. എന്നുവെച്ചാൽ രാത്രി 9:30 ബൈക്കിന് സ്കൂട്ടറിന് വരിക എന്നൊക്കെ പറയുമ്പോൾ അത് ഒബിയസ്ലി എല്ലാവർക്കും ടെൻഷനായിരിക്കുമല്ലോ. പക്ഷേ ഞാൻ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. എനിക്ക് എൻ്റെ ഒരു ലാസ്റ്റ് ചാൻസാണ്. എനിക്കാണെങ്കിൽ 34 വയസ്സായി. അപ്പം ഇനി അടുത്ത ചാൻസിൽ ഇത്രയും ഒഴിവുകൾ വരണം, ഇനി ഒരു ചാൻസ് വരണമെങ്കിൽ 3 വർഷം കഴിയണം. ഇതൊക്കെ സാറ് പലപ്പോഴായിട്ട് മീറ്റിങ്ങിൽ പറയുമ്പോൾ നമ്മളിതൊക്കെ കേട്ട് നമുക്ക് തന്നെ തോന്നും, നമ്മൾ ഇതിനേക്കാളും എഫേർട്ട് ഇട്ടില്ലെങ്കിൽ കാര്യമില്ല എന്നുള്ളത്. ഇടയിൽ അപ്പച്ചന് ഭയങ്കര വയ്യാതായി. അപ്പം എനിക്കുള്ള ടൈമും കുറഞ്ഞു തുടങ്ങി, സാഹചര്യങ്ങളൊക്കെ മോശമായി തുടങ്ങി. ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരിക, അങ്ങനെ എനിക്ക് ടൈം കിട്ടാതായി. പക്ഷെ അപ്പോഴാണ് ഞാൻ ആക്ച്വലി ഏറ്റവും കൂടുതൽ പഠിച്ചേക്കുന്നത്. കാരണം നമുക്കപ്പോൾ ശരിക്കും ആ ഒരു ടൈമിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാവും. പിന്നെ എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. അപ്പച്ചൻ മരിക്കണേക്കാൾ മുമ്പ് എനിക്ക് ആ ജോലി എങ്ങനെയെങ്കിലും മേടിച്ച് കാണിച്ചു കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. അപ്പം ഞാൻ അതിന് മാക്സിമം എനിക്ക് ഏറ്റവും അടുത്തുള്ള എക്സാമിന് എനിക്ക് കിട്ടണം, അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പച്ചന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ഒരു നല്ല ജോലിയിൽ കയറണം എന്നൊക്കെ. ഞാൻ പഠിച്ചതിന് ശേഷം എക്സാമിന് വേണ്ടി ശരിക്കും പഠിച്ച് പ്രിപ്പയർ ചെയ്ത്
എഴുതിയ ആദ്യത്തെ എക്സാം ആയിരുന്നു ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ. പക്ഷെ അതിന്റെ തലേദിവസമാണ് അപ്പച്ചൻ മരിക്കുന്നതും. പിറ്റേ ദിവസം ഞാൻ പോയി എക്സാം എഴുതി. പക്ഷെ ഇപ്പൊ നമുക്ക് എല്ലാ സാഹചര്യങ്ങളും നമുക്ക് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം എന്നില്ലല്ലോ. അങ്ങനെ ഞാൻ എക്സാം എഴുതിയെങ്കിലും എനിക്ക് ആ എക്സാമിന് 2 മാർക്കിന് കുറവിലാണ് ഞാൻ ആ ഒരു കട്ട് ഓഫിൽ ഞാൻ ആ എക്സാമിന്റെ മെയിൻ ലിസ്റ്റിൽ നിന്ന് പോകുന്നത്. പക്ഷെ പിന്നെ ഞാൻ ഓഗസ്റ്റിൽ ഒരുപാട് എക്സാമുകൾ എഴുതി, അതിൻ്റെ ഇടയിൽ എക്സാമുകൾ വന്നിരുന്നു. ഓഗസ്റ്റിൽ എഴുതുന്ന PWD ഇറിഗേഷൻ സെക്കൻഡ് ഗ്രേഡ് എന്ന എക്സാമിനാണ് എനിക്ക് പിന്നെ 4th റാങ്ക് കിട്ടുന്നത്. എനിക്കിതിൽ നിന്ന് എൻ്റെ ഈ ഒരു ജേർണിന്ന് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ആദ്യത്തെ 2019 ഞാൻ ഫസ്റ്റ് ഞാൻ വിചാരിക്കുമ്പോൾ PSC പഠിക്കാമെന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് ആ കൂടി 2 കുട്ടികളുണ്ടായിരുന്നുള്ളൂ. എൻ്റെ പാരൻസിന് ഒരു കുഴപ്പമുണ്ടായിരുന്നു, എല്ലാ സാഹചര്യങ്ങളും എനിക്ക് അനുകൂലമായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും എനിക്ക് അതിനുള്ള ടൈം കിട്ടിയിരുന്നില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതിനുള്ള സമയമില്ല എന്നുവെച്ചാൽ നമുക്ക് ആ ഒരു പ്രയോറിറ്റികളുള്ള വ്യത്യാസങ്ങളാണ്. അത് ഞാനിതിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിനേക്കാളും ടൈം കുറവായിരുന്നു. 3 കുട്ടികൾ, അതുപോലെ തന്നെ അപ്പച്ചന് വയ്യാതായി, അങ്ങനെ എല്ലാം കുറച്ചും കൂടി എനിക്ക് ടൈം കൺസ്ട്രെയിൻഡ് ആയിരുന്നു. പക്ഷെ എന്നിട്ട് പോലും ഞാൻ അവിടെ സമയം ഉണ്ടാക്കി പഠിച്ചു. അപ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. എല്ലാ സാഹചര്യങ്ങളും നമുക്ക് പോസിറ്റീവായിട്ട് പഠിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സമയം നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്തായാലും നമുക്ക് നമ്മൾ ആ ചെയ്യുന്ന ഹാർഡ് വർക്കിനുള്ളത് നമുക്ക് എന്തായാലും എന്തെങ്കിലും ഒരു റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടിയിരിക്കും. എനിക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ വളരെ ആവറേജ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആണ്. അപ്പം സാറ് പറയുന്ന ആ ഒരു പാറ്റേണിൽ തന്നെ പഠിച്ചു പോവുക, അതിന് വേണ്ടി നന്നായി എഫേർട്ട് ഇടുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കണ്ടിന്യൂറ്റി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. ഈ ഒരു ജേർണിയിൽ എന്നെ ഹെൽപ്പ് ചെയ്ത ഷിൻഡോ സാറിനും, അതുപോലെ തന്നെ ഹോളി മദർ ടീമിനും, അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനും, എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ പാരൻസിനും, എൻ്റെ ഹസ്ബൻഡിനും, എല്ലാവരോടും ഒരുപാട് താങ്ക്സ്.